അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിത്തോപ്പുകളിൽ ഇനി രാപ്പാർക്കാം. കൈനിറയെ മുന്തിരിയുമായി മടങ്ങാം. തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളിൽ മുന്തിരിയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു. പഴുത്തു പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കാണുവാൻ നിരവധി സഞ്ചാരികളാണ് കമ്പം, ഗൂഡല്ലൂർ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഉൾപ്പെട്ട കേരളത്തിനോട് അതിർത്തി പങ്കിടുന്ന കാർഷിക ഗ്രാമങ്ങളായ ചുരുളിപ്പെട്ടി, ഗൂഡല്ലൂർ, KK-പെട്ടി, തേവർപ്പെട്ടി, ആനമലയൻപെട്ടി, ഓടപ്പെട്ടി എന്നിവിടങ്ങളിലാണ് വ്യാപകമായി മുന്തിരി കൃഷിയുള്ളത്. പന്തൽ വിരിച്ചതുപോലെ പരന്നുകിടക്കുന്ന മുന്തിരിപ്പാടങ്ങൾ കാർഷിക സമൃദ്ധിയാണ് വിളിച്ചോതുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നതോടെ നിരവധി സഞ്ചാരികളാണ് മുന്തിരിത്തോപ്പുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളാണ് അധികവും. മഴയില്ലാത്തതും തെളിഞ്ഞ കാലാവസ്ഥയുമാണ് സഞ്ചാരികളെ കൂടുതലും ആകർഷിക്കുന്നത്. കമ്പം താലൂക്കിലെ മുന്തിരിപ്പാടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആയി മാറിയതിനൊപ്പം സഞ്ചാരികളുടെ മനം മയക്കുന്ന കാഴ്ചകളാണ് ഓരോ തോട്ടങ്ങളും സമ്മാനിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ നിന്നും കമ്പംമേട്ടിലെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി എത്തിയവരാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് തോട്ടങ്ങളിൽ മുന്തിരിക്കുലകൾ പഴുത്തു പാകം എത്തി നിൽക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളുമായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നവരുടെ ആവശ്യമനുസരിച്ച് ഇവിടുത്തെ ആളുകൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ട് മുന്തിരിക്കുലകൾ മുറിച്ച് നൽകുന്നുണ്ട്. അത് നമുക്ക് കണ്ണിന് ഏറ്റവും കുളിർമയേകിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തോട്ടം മാത്രമല്ല, ഇവിടെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഇതുപോലെ എവിടെ കയറിയാലും ഒരുപാട് ആളുകളെയും കാണാൻ സാധിക്കും. ചിത്രങ്ങൾ എടുക്കുകയാണ് തോട്ടങ്ങളിൽ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന വിനോദം. വിവാഹ ആൽബങ്ങളുടെ ചിത്രീകരണത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വർഷത്തിൽ 3 വിളവെടുപ്പ് കാലമാണ് മുന്തിരിക്കുള്ളത്. നവംബർ മാസമാണ് പ്രധാന സീസൺ. 15 മുതൽ 20 വർഷം വരെയാണ് ഒരു ചെടിയുടെ ആയുസ്. തോട്ടങ്ങളിൽ സൗജന്യ സന്ദർശനമാണ് കർഷകർ ഒരുക്കിയിരിക്കുന്നത്. തോട്ടങ്ങളിൽ എത്തുന്നവർ മുന്തിരി വാങ്ങിക്കൊണ്ടുപോകുന്നത് കർഷകർക്ക് മികച്ച വരുമാനം നൽകുന്നു. 2 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെയുള്ള പെട്ടികളിലായിട്ടാണ് മുന്തിരികൾ നൽകുന്നത്. ഓരോ തോട്ടങ്ങളിലും ആവശ്യാനുസരണം തത്സമയം വിളവെടുത്ത് നൽകുകയാണ് പതിവ്. നിലവിൽ കിലോഗ്രാമിന് 40 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. ഏപ്രിൽ മെയ് മാസത്തോടെ വില 100 രൂപയിലെത്തും. പ്രധാന സീസണായ നവംബർ മാസം എത്തുന്നതോടെ വില 20ലേക്ക് കൂപ്പുകുത്തും. കോട്ടയം, ചങ്ങനാശ്ശേരി, ചെന്നൈ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പ്രധാനമായും കയറ്റുമതി നടക്കുന്നത്. കറുത്ത മുന്തിരിയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. സീഡ്ലെസ് മുന്തിരിയുടെ കൃഷി തമിഴ്നാട്ടിൽ വിരളമാണ്. ഏപ്രിൽ മാസം ആരംഭത്തോടെ ഈ സീസൺ അവസാനിക്കും. ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.